ഹലോ സുപ്രഭാതം കൂട്ടുകാരെ. ഇവിടെ ദിവാലിയുടെ മേളകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അവരവിടെ പോയി പങ്കെടുക്കാൻ പോകുന്നുണ്ട്. സോ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യണേണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നാളെ പള്ളിയിൽ പിള്ളേരുടെ കൊയറാണ്. അപ്പം നമ്മുടെ മക്കളാണ് അതിൻ്റെ അകത്ത് ഓർഗൻ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാലപ്പൻ അസ്ഥാന ഗായകൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ പാടിക്കൊണ്ടിരിപ്പുണ്ട്. അത് ഞാൻ കാണിക്കാം കേട്ടോ. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. വ്ളോഗ് പിടിക്കണേ. നമുക്ക് പറയാം. ഇങ്ങോട്ട് ഇപ്പുറത്ത് നിക്ക്. അപ്പോ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ലോക്കൽ വർത്തമാനങ്ങളും ലോക്കൽ കാഴ്ചകളിലേക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യട്ടാ. വാ, കാണണമെങ്കിൽ കണ്ടോ. കഴിഞ്ഞ മാസം സ്റ്റാലപ്പന്റെ അമ്മച്ചി 25 കോടിയുടെ ടിക്കറ്റ് എടുത്തായിരുന്നു. അതെന്തായാലും അടിച്ചില്ല. പക്ഷെ അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് അമ്മയും മകനും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നത് കേട്ടു നോക്കാം കേട്ടാ. ചൂണ്ടയിടാൻ പോകുമ്പോ ചാലപ്പനൊന്നും ചൂണ്ടയിട്ടാ കിട്ടൂല, മറ്റവനെല്ലാം കിട്ടും, എന്റെ മോനൊന്നും കിട്ടൂല, അവന് ഒരു സാധനവും കിട്ടൂല. ഇപ്പൊ എന്തായി, ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അടിച്ചില്ലല്ലോ. ഞാൻ അപ്പോഴേ അമ്മച്ചി ലോട്ടറി ടിക്കറ്റ് എടുത്തെന്ന് ഓർത്തപ്പോ തന്നെ ഞാൻ പ്രാർത്ഥിച്ചതാണ്. താനെന്ത് മണ്ടനാടോ. അമ്മച്ചി പറഞ്ഞു കൊടുക്കാൻ അമ്മച്ചി ഈ 2 ചെമ്മീന് വേണ്ടിയോ അല്ലെങ്കിൽ മീനിന് വേണ്ടി ഇയാള് 25 കോടിയുടെ ലോട്ടറി വെച്ചാണ് ഇപ്പൊ കളിച്ചത്. അത് ശരിയാണല്ലോ അമ്മച്ചി, ഞാൻ മണ്ടത്തരമായല്ല കാണിച്ചത്. ഞാൻ എനിക്ക് പകരം ചോദിച്ചിട്ട് 25 കോടി വെച്ചിട്ട് 2 മീനിനെ വെച്ച് ഇയാളെ കൊണ്ട് ഞാൻ മടുത്ത്. ഇപ്പൊ 25 കോടി കളഞ്ഞപ്പോ തനിക്ക് സമാധാനമായേ? എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ലെന്നാ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ നമ്മുടെ പറമ്പിന്റെ അവിടെ കടവിന്റെ അവിടെ നിന്ന് തുരുതുര പിടിച്ചത് ആരാണ് ഓർക്കണല്ലേ? അത് അമ്മച്ചിയുടെ അവിടെ എന്റെ വീട്ടിൽ അവിടെ ഇല്ല, ഇമ്പടെ വീട്ടില് അതിക്ക് മുമ്പുള്ള പോക്കിന്. അത കൂരിക്കുഞ്ഞൊന്നും മീനല്ലായിരിക്കും. ഞാൻ ഭയങ്കര അതെന്തിനാ? അത് പണ്ട് കല്യാണത്തിനോട്ട് കുടിച്ചിട്ടേ കൂട്ടുകാരെല്ലാം കൂടി എന്നെ ഒരു ട്രോളിയിൽ ഇട്ടിട്ട് വന്നായിരുന്നു വീട്ടില്. അപ്പൊ മാപ്പ് പറഞ്ഞ എല്ലാ വഴി നീളെ എല്ലാരോടും മാപ്പ് പറഞ്ഞാ വന്ന മരിക്കാൻ പോണ പ്രയാസമായിരുന്നു. അതുകൊണ്ടാ അതൊക്കെ ഒരു കാലം അമ്മച്ചി, അതൊക്കെ ഒരു കാലം. അങ്ങനെ അമ്മയും മോനും കൂടി അവിടെ സംസാരിച്ചോണ്ടിരിക്കട്ടെ. ഞാൻ ഓടിച്ചെന്ന് നമ്മുടെ മക്കളെ റെഡിയാക്കാൻ നോക്കട്ടെ വൈകുന്നേരത്തെ പരിപാടിക്ക് വേണ്ടി. ഞങ്ങളുടെ മക്കളുടെ മുഖത്ത് താജ്മഹൽ പണന്നോണ്ടിരിക്കണേണ്. ഒരു രക്ഷയില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആര് പുറകെ പോകും. ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുവാണ് ഈ കലാകാരികളെയും കൊണ്ട് മാളിലേക്ക്. ബ്യൂട്ടിഫുൾ ലേഡീസ്. എഡ്മണ്ടണിലെ മിൽവുഡ് ടൗൺ സെന്ററിലെ മാളാണിത്. നമ്മുടെ പിള്ളേർ ആ മാളൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് കുലുക്കി. പിള്ളേരെല്ലാരും ധാരാളം കളിച്ചതിന്റെ സന്തോഷത്തില് അവർക്ക് എല്ലാവർക്കും ബബിൾ ടീ മേടിച്ചു കൊടുത്തേക്കുവാ. ബബിൾ ടീ എങ്ങനെയുണ്ട് മക്കളെ? സിനി എന്താ കഴിക്കണം? ഫ്രൈസ് എങ്ങനെയുണ്ട്? ഓസല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ ബബിൾ ടീ? ആ മാളും നിറയെ സ്റ്റാളുകളായിരുന്നു. പഞ്ചാബികളുടെ ആയിരുന്നു കൂടുതലും. അവര് ഇങ്ങനെ ഓരോ ആഭരണങ്ങളുടെയും പ്രതിമകളും അങ്ങനെ ക്രാഫ്റ്റ് വർക്കിൻ്റെയും പിന്നെ ഒരുപാട് തുണിത്തരങ്ങളുടെയൊക്കെ എല്ലാം സ്റ്റാളുകൾ നിറയെ ഉണ്ടായിരുന്നു. വിലയും ரொம்ப ജാസ്തിയായിരുന്നു കേട്ടോ.
പിന്നെ നമ്മുടെ പിള്ളേര് ചുരിദാറൊക്കെ എടുത്ത് നോക്കണം കണ്ടപ്പോ തന്നെ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി. ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരുടെ കയ്യിൽ നിന്നും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ അടുത്തൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് പിള്ളേർക്ക്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പൊ നല്ലൊരു ദിവസമായിരുന്നു. അതേ സമയത്ത് നോക്കിക്കേ നല്ലൊരു ഈവനിങ്. അടുത്ത് പിടിക്കുമ്പോ നിന്റെ മുഖം പണ്ടം പോലെ കണ്ട നിന്റെ മുഖം ഇച്ചിരി അകത്ത് ഏതിലായിട്ട് പിടിക്കണേന്ന് നോക്കിയേ. അങ്ങനെ ക്യാമറ മര്യാദക്ക് പിടിക്ക് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ സ്മിതയും കൂടി ചെറുതായിട്ടൊന്ന് ഉടക്കി. പിന്നെ ആ സായം സന്ധ്യ ഞങ്ങളെ ഒരുമയിലേക്ക് പിന്നെയും കൊണ്ടുപോയി. ഞങ്ങളിവിടെ കൊച്ചുങ്ങളെ പിള്ളേരെ കൊണ്ടുവന്ന് ഇവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് ആക്കി. ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കണേണ്. എന്തായാലും നമ്മുടെ ദോസ്തിന്റെ വീടാണ്, നമ്മളെ കണ്ടിട്ടില്ല. കണ്ട എന്തായാലും നമ്മളെയും വിളിച്ച് കയറ്റും പാർട്ടിയുടെ അകത്ത്. ആ ഒരു പ്രതീക്ഷയിലായിരിക്കുന്നത്. അതെ അതെ, ലഡു കിട്ടിയാലോ. അത് നമ്മുടെ ഉറ്റവസ്ഥാണ്. അപ്പൊ കണ്ടിട്ടില്ല, കണ്ടു കഴിഞ്ഞാൽ വിളിക്കുമായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ചേക്ക് നിങ്ങൾ. വന്ന അതെ, നമ്മുടെ ദോസ്ത് വന്ന് നമ്മുടെ പ്രാർത്ഥന ഞാൻ കേട്ട്. അതെ, വരാം. അപ്പൊ ഇതാ നമ്മുടെ ദോസ്ത്. അപ്പൊ അവൻ വിളിച്ചു, നമ്മളെ പാർട്ടി അടിച്ച് വിളിക്കാൻ പോകുന്നു കേട്ടാ. അപ്പൊ ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു.